കൊടകര പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി കുറുമാലിപ്പുഴയിലൂടെ ആറ്റപ്പിള്ളിക്കടവിൽ സ്ഥാപിച്ചിരിക്കുന്ന കാവനാട് പമ്പ് ഹൗസിൽ നിന്നും പമ്പിംഗ് ആരംഭിച്ചു. പുഴയിൽ നിന്നും പവർ ടില്ലർ പമ്പ് സെറ്റ് ഉപയോഗിച്ചും 5-ന്റെ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചും വെള്ളം പമ്പ് ചെയ്യുന്ന കിണറ്റിലേക്ക് വെള്ളം എത്തിച്ചാണ് പമ്പിംഗ് ആരംഭിച്ചിരിക്കുന്നതെന്ന് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി പറഞ്ഞു. കൊടകര പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി കുറുമാലിപ്പുഴയുടെ ആറ്റപ്പിള്ളിക്കടവിൽ സ്ഥാപിച്ചിരിക്കുന്ന കാവനാട് പമ്പ് ഹൗസിൽ നിന്നും പമ്പിംഗ് ആരംഭിച്ചു. പുഴയിൽ നിന്നും പവർ ടില്ലർ പമ്പ് സെറ്റ് ഉപയോഗിച്ചും 5-ന്റെ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചും വെള്ളം പമ്പ് ചെയ്യുന്ന കിണറ്റിലേക്ക് വെള്ളം എത്തിച്ചാണ് പമ്പിംഗ് ആരംഭിച്ചിരിക്കുന്നത്. കുറുമാലിപ്പുഴയിൽ തടയണ നിർമ്മാണവുമായി ചിമ്മിനി ഡാമിൽ നിന്നും പുഴയിലേക്ക് വെള്ളം തുറന്നുവിടുന്നതിൽ അധികൃതർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതുമൂലം പുഴയിലെയും വെള്ളം പമ്പ് ചെയ്യുന്ന കിണറ്റിലെയും ജലവിതാനം കുറയുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് പമ്പിംഗ് നിർത്തിവെച്ചത്. കുറുമാലിപ്പുഴയിലേക്ക് ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതിനുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയ വിവരം ബന്ധപ്പെട്ട അധികൃതർ കൊടകര പഞ്ചായത്തിനെ അറിയിച്ചിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി പറഞ്ഞു. കൊടകര പ്രദേശത്തേക്ക് 2 ദിവസമായി ആറ്റപ്പള്ളിയിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ സൂചിപ്പിച്ച പോലെ താൽക്കാലികമായി തടയണ മറ്റൊരു ഗ്രാമപഞ്ചായത്തും കൊടകര ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ചേർന്നുകൊണ്ട് താൽക്കാലിക തടയണ അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഡീസൽ എഞ്ചിൻ കൊണ്ടുവന്നതിന് ശേഷം പുഴയോട് ചേർന്നുള്ള ചെറിയ കുളത്തിലേക്ക് ഇപ്പോൾ ഡീസൽ എഞ്ചിൻ വഴി വെള്ളം അടിച്ചു കയറ്റുകയും അതിൽ നിന്ന് കിണറ്റിലേക്ക് എത്തി ഇപ്പോൾ പമ്പിങ് ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾക്ക് വീഴ്ച പറ്റിയതിനെ തുടർന്നാണ് പൊതുജനങ്ങൾക്ക് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതെന്ന് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി പറഞ്ഞു. ഈ കാരണങ്ങൾ കാണിച്ചു കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് കളക്ടർക്ക് പരാതി സമർപ്പിക്കും. കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ ആശ രാമദാസ്, വിദ്യ സുനിൽകുമാർ, മറ്റത്തൂർ പഞ്ചായത്ത് അംഗങ്ങളായ KR ശശികുമാർ, അശ്വതി, മുൻ പഞ്ചായത്ത് അംഗം ബിജു, കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറി TG അജോ, ഭാരവാഹിയായ KV ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് മോട്ടോർ സ്ഥാപിച്ച് പമ്പിംഗ് ആരംഭിച്ചത്. കൊടകര മറ്റത്തൂർ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമായി. മീഡിയ ടൈം, കൊടകര.